ഇന്ന് നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിൻ്റെ ഡേ 6 ആണ്. എനിക്ക് വന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന്. 5 ദിവസം കഴിഞ്ഞ് 6ാമത്തെ ദിവസമായപ്പോൾ എനിക്ക് നല്ലൊരു ഗ്ലോയും ഒരു ഫ്രഷ് ലുക്കും എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫേസിൽ ടാൻ മാറിയിട്ടുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ എടുത്തിരിക്കുന്ന തൈരാണ്. തൈര് എന്ന് പറയുന്നത് ഒരു എക്സ്ഫോലിയേറ്റ് ആണ്. അതായത് നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ കേട്ടിട്ടില്ലേ കെമിക്കൽ പീലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഓർഡിനറിയുടെയും മിനിമലിസ്റ്റിൻ്റെയൊക്കെ അതൊക്കെ ചെയ്യുന്നത് നമ്മുടെ കെമിക്കൽ പീലിങ്സ് ആണ്, കെമിക്കൽ എക്സ്ഫോലിയേറ്റേഴ്സ് ആണ് അതൊക്കെ കേട്ടോ. പക്ഷേ തൈരെന്ന് പറയുന്നത് ഒരു നാച്ചുറൽ എക്സ്ഫോലിയേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ ഒട്ടും ഹാം ചെയ്യില്ല. നാച്ചുറൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ ഒരു 100-ൽ 90 പേർക്കും ഈ ഒരു പ്രോഡക്റ്റ് നന്നായിട്ട് വർക്കാവും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പെട്ടെന്ന് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് തൈരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തൈര് നന്നായിട്ട് എനിക്ക് ഫേസിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് എനിക്ക് പണ്ട് മുതലേ തൈര് ഭയങ്കര ഇഷ്ടമാണ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന തൈരും നമ്മുടെ തേനും മാത്രമാണ്. ഇന്നൊരു ഡീപ്പ് ഹൈഡ്രേഷനാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ ഫേസിൽ നന്നായിട്ട് മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തൈര് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഈ 5 ദിവസവും നമ്മൾ ചെയ്യുമ്പോൾ തൈര് കൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഫേസ് നന്നായിട്ട് മോയ്സ്ചറായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ തേനും നമുക്ക് ഡീപ്പായിട്ട് നമ്മളെ ഹൈഡ്രേഷൻ ചെയ്യിക്കും. നമ്മുടെ ഫേസിൽ എന്തെങ്കിലും പാടുകളുണ്ടെങ്കിൽ പതിയെ മാറാൻ വേണ്ടിയിട്ട് തേൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും ഫസ്റ്റ് തൊട്ടുള്ള വീഡിയോ കണ്ടിട്ട് അതുപോലെ നിങ്ങൾ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ബിഫോറും ആഫ്റ്ററും ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ല നിങ്ങൾ ഫോട്ടോ എടുത്തൊന്നും വച്ചില്ല എങ്കിൽ പോലും നമുക്ക് തന്നെ നമ്മൾ കണ്ണാടിയിലോട്ട് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. ട്രസ്റ്റ് മീ, സത്യമായിട്ട് നിങ്ങളിതുപോലെ ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. മോനും ആണെങ്കിൽ അടുത്ത് വന്ന് ഓരോ കഥകൾ പറയണേ കേട്ടോ. നേഴ്സറി പോയി തുടങ്ങി LKG-യിലാക്കി. അപ്പോൾ അവൻ്റെ കഥകൾ, സ്കൂളിലെ കഥകളാണ് പറയണത്. ഇങ്ങനെ അമ്മ ഇങ്ങനെയായിരുന്നു, എന്തോ ലീഫൊക്കെ വച്ചു, പാട്ട് പഠിപ്പിച്ചു, ഫുഡ് കഴിച്ചു, ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതാണ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. നമ്മുടെ പാക്കിനെ പറ്റി പറയാം. സീരിയസ്ലി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ, നല്ല റിസൾട്ടാണ്. നമ്മുടെ 6th ഡേ ആയിന്ന് നമ്മൾ തൈരും ഹണിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഏത് പാക്ക് ഇടുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫേസും നമ്മുടെ കൈകളും നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. നമ്മുടെ നെക്കും നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു മേക്കപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ഇടുന്നെങ്കിൽ നിങ്ങൾ ഡബിൾ ക്ലെൻസിങ് ചെയ്തേക്കണേ. ഇപ്പോൾ മഴയാണ്, അതുകൊണ്ട് ചെറിയ ലൈറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മൈൽഡ് ഒരു ഫേസ് വാഷ് കൊണ്ട് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളാണ് കേട്ടോ പാക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇല്ല നിങ്ങൾ മോർണിംഗിലൊക്കെയാണ് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു സൺസ്ക്രീൻ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്തേക്കണേ. ഞാൻ ചില സമയത്ത് മോർണിംഗിലും ഇടാറുണ്ട് കേട്ടോ. ആ സമയത്ത് ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. പിന്നെ നമ്മൾ ഈ ചെയ്ത പാക്കെന്ന് പറയുന്നത് നമ്മൾ ഒരു കല്യാണം ഇതിനൊക്കെ പോവുകയാണ്, അല്ലെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു 10 ദിവസം മുന്നേ ഉണ്ടെന്ന് വയ്ക്കുക, അതിന് മുന്നേ ഈ പാക്കൊക്കെ ഇടാൻ കേട്ടോ. നല്ല റിസൾട്ടായിരിക്കും. ട്രസ്റ്റ് മീ, നമ്മളൊരു പാർലറിൽ പോയി ചെയ്ത അതേ ഒരു റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. കാരണം എനിക്ക് അത്രയ്ക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. കിട്ടിയാൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം, എന്തായാലും കിട്ടും. പിന്നെ വേറൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി പ്രശ്നങ്ങളോ, തൈര് അലർജിയാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ പാക്ക് ഇടരുത്. എനിക്ക് തോന്നുന്നു 100-ൽ 90 പേർക്കും തൈരൊക്കെ ഒരു പ്രശ്നവും ഇല്ലാത്തതാണ്. അങ്ങനെ ഉള്ളവരാണെങ്കിൽ ഇടരുത്. പിന്നെ നിങ്ങൾക്ക് അറിയില്ല തൈര് അലർജി ആണോ എന്താണെന്ന് അറിയില്ല, എങ്ങനെയാണെങ്കിൽ ഈ ഒരു പാക്ക് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് കുറച്ചെടുത്തിട്ട് ഒരു 1/2 സ്പൂണ് തൈരും 1/2 സ്പൂണ് നമ്മുടെ ഈ ഹണിയും കൂടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നമ്മുടെ ചെവിയുടെ സൈഡിലായിട്ടോ നമ്മുടെ വാച്ച് കിട്ടുന്ന ഭാഗത്ത്, റിസ്റ്റിൻ്റെ ഭാഗത്തായിട്ടൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ചൊറിച്ചിലോ ഇറിറ്റേഷൻസോ ഒന്നും ഇല്ലെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക കേട്ടോ. ഇപ്പം ആരെന്ത് പറഞ്ഞാലും നമ്മുടെ സ്കിന്ന് നമുക്കേ അറിയാവൂ. ഇറിറ്റേഷൻസ് ആണ് നല്ല ഒരു റിസൾട്ട് കിട്ടുമെന്ന് പറയും. നമ്മൾ വാരി തേച്ചാൽ നമുക്ക് ചിലപ്പോൾ ഭയങ്കര ചൊറിച്ചിലും പിന്നെ ചുവന്ന് തടിച്ച് പിന്നെ നമ്മൾ ഡോക്ടേഴ്സിനെയൊക്കെ കാണേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളുടെ സ്കിന്ന് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് അപ്ലൈ ചെയ്യാം. ഇല്ല നിങ്ങൾക്ക് ഇറിറ്റേഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളിത് അപ്ലൈ ചെയ്യേണ്ട കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ, കുക്കുമ്പറോ, നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് ചേരുന്നത് ആ പാക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. എൻ്റെ ഒരു സെൻസിറ്റീവ് സ്കിന്നാണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ എനിക്ക് തൈരൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാനിതൊരു 10-12 മിനിറ്റോളം ഇട്ട് കേട്ടോ. അതിന് നന്നായിട്ടൊരു ചെറിയൊരു മസാജ് കൊടുത്തു. ഞാൻ വാഷ് ചെയ്തു. ആഫ്റ്റർ വാഷ് നല്ല റിസൾട്ടാണ് കണ്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ 5 ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇടവിട്ടുള്ള ദിവസമാണ് ഞാൻ വീഡിയോസ് ഇടാറുള്ളത്. ഇടവിട്ടുള്ള ദിവസമാണ് ഞാൻ ഇടുന്നതും കേട്ടോ, പാക്ക് അപ്ലൈ ചെയ്യുന്നതും.
പക്ഷേ ഞാൻ ഈ വീഡിയോ എടുത്ത് വച്ചിട്ട് 3 ദിവസമായി എനിക്ക് ഇടാൻ പറ്റുന്നില്ല, ഒരു വോയിസ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടി, ട്രസ്റ്റ് മീ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. പഴയ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.